എന്റെ ഓമനെ ഇന്ന് വൈകിട്ട് ഗംഗയമ്മൻ കോവിലിൽ വരുമോ? എന്തിനാണ് അന്ന് നീ കമ്പി കൊടുത്തു, ഇന്ന് നീ ഉരുളക്കിഴങ്ങി കൊടുക്കണോ? പിടിച്ചു എന്റെ ഭാര്യ കാമുകനെ ഞാൻ കൈയോടെ പിടിച്ചു. എല്ലാവരും ഓടി വരീൻ. തെരുവിലെ കാമുകന്റെ ഉരുളക്കിഴങ്ങിൽ പൊതിഞ്ഞ പ്രേമലേഖനം നിങ്ങൾക്ക് വായിച്ചു കേൾക്കണോ? വായിച്ചു കേൾക്കണോ? ഞാൻ വായിക്കാം. വിടില്ല. ഓമനെ, ഇന്ന് വൈകുന്നേരം ഗംഗയമരം കോവിലിൽ വരുമോ? നിനക്ക് ചുടു ചുംബനം ഞാൻ തരാമടാ. എന്റെ ഗോപി ജ്യൂസ് നിനക്ക് ഇതന്നെയാണോ പണി? നിന്റെ സീനിയർ ഓഫീസർ വീണ്ടും പറയുന്നു നിർത്താൻ. നിർത്താൻ അവിടെ വിടുകയാ. ഒരുത്തർക്ക് അടിച്ചിട്ട് ചെത്ത് തൊളയട്ടോ. ഗോപി ഞാനാ നിർത്താൻ പറയും. ഇനി വഴക്കുണ്ടാക്കില്ല. ഞാനും എന്റെ ഭാര്യ ഇവിടുന്ന് താമസം മാറുകയാണ്. ഇന്ന് ഈ ഉരുളക്കിഴങ്ങിന് ഒരു പരിഹാരം ഉണ്ടാക്കണം. ഇനി മേലാൽ ഇവൻ ആർക്കും പ്രേമലേഖനം എഴുതരുത്. നാട്ടുകാർ ചേർന്ന് ഇവന്റെ കൈ വെട്ടിയിടണം. ആ കൈ ഇവിടെ കിടന്ന് പിടയ്ക്കുന്നത് കണ്ടിട്ട് വേണം എനിക്കും ഭാര്യയ്ക്കും പോകാൻ. എന്തായാലും എന്റെ രാവൻകുട്ടി, നീ ഇത്ര ചെറ്റയായി പോയല്ലോ. എന്റെ പൊന്ന് സാർ, നീ മിണ്ടരുത്. നാട്ടുകാർ വിധിക്കുന്ന ശിക്ഷ എന്ത് തന്നെ ആയാലും നീ അനുഭവിച്ചു തന്നെ തീരണം, അല്ലെങ്കിൽ പോലീസിനെ വിളിക്കാം. ഒരു പലചരക്കടക്കാരന് ഈ രാവൻകുട്ടി എന്റെ സാറേ, അയ്യോ അയ്യോ ഞാൻ എല്ലാത്തിനും തട്ടും. എന്റെ കടൽ ദൈവങ്ങളെ, എനിക്ക് ശക്തി തരൂ. എന്റെ പൊന്ന് സാറേ, ഞാൻ കത്ത് എഴുതിയിട്ടില്ല. നീ മിണ്ടരുത്. ഇവന് കൊടുക്കേണ്ട ശിക്ഷ ഞാൻ തീരുമാനിക്കും. നമുക്കിവനെ കോർട്ട് മാർഷൽ ചെയ്യാം. മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയെ പറ മാഷേ. ഓക്കെ, നമുക്കിവനെ ആ മതിൽ വരെ 15 പ്രാവശ്യം ഓടിക്കാം. വേണ്ട പക്ഷെ ഓടിച്ചാല് ഇവൻ അതുവഴി അങ്ങ് ഓടിക്കളയും. ഇവനെ കൊണ്ട് ചുമടെടുപ്പിക്കാം. ചുമട്ടൊക്കെ എടുത്ത് ഇവനെ നല്ല ശീലമുള്ളതാ. നമുക്ക് ഇവനെ കൊണ്ട് ഏത്തടിക്കാം. ഏത്തം അതെങ്ങനെ, അത് എത്രയെന്നുള്ള മാഷ് തീരുമാനിച്ചു. 100. അത് കുറച്ച് കൂടുതലല്ലേ? കുറയ്ക്കാം. പാവല്ലേ, 99 മതി. ഇനി കുറയ്ക്കുന്ന പ്രശ്നമില്ല. ഇനി മേലാൽ ഞാൻ പെൺകുട്ടികൾക്ക് പ്രേമലേഖനം എഴുതുകയില്ല. ഇനി മേലാൽ ഞാൻ പെൺകുട്ടികൾക്ക് കത്ത് എഴുതില്ല.